അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കഴിഞ്ഞ ക്ലാസ്സിൽ വിവാഹാലോചനയുടെ മുന്നേ വധൂവരന്മാർ കാണുന്ന മസലയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ദർശനവും അതുമായി ബന്ധപ്പെട്ട ചില മസലകളും, അപ്പോൾ സ്ത്രീ പുരുഷന്മാർ എപ്പോഴും അന്യവരാകുന്നത് എങ്ങനെ, മഹ്റം ആരൊക്കെയാണ് തുടങ്ങിയ ഒരു ചർച്ചയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ നിക്കാഹ് എന്ന് പറയുന്ന ആ ഇടപാടിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി ഈജാബും കബൂലും പറഞ്ഞ് നിക്കാഹ് എന്ന ആ ഇടപാട് നടത്തുന്നതിന് മുമ്പായി ഒരു ഖുത്ബ സുന്നത്താകുന്നു എന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. വയുസന്നു ഖുത്ബത്തുൻ, ഖുത്ബ, ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. അവിടെ ശാരിഹി ബി ലമ്മിൽ ഖാഇ, ഖാഇനെ ലമ്മ് കൊണ്ട് ഖുത്ബത്തുൻ എന്ന ലബ്ത്ത് പറഞ്ഞു. അപ്പോൾ ഖുത്ബ സുന്നത്താക്കപ്പെടും എന്നാണ്. കാരണം ഖായിന് കസർ കൊണ്ട് ഖിത്ബത്ത് എന്നൊരു പ്രയോഗമുണ്ട്. അത് വിവാഹ ആലോചനയാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇത് ഖുത്ബയാണ്. അതിനെയാണ് ഖായിനെ ലമ്മ് കൊണ്ട് എന്ന ലബ്ത്ത് പറഞ്ഞത്. അപ്പോൾ ഖുത്ബ സുന്നത്താക്കപ്പെടും മിനൽ വലിയി, വലിയിൻ്റെ ഭാഗത്തിൽ നിന്നും ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. വലിയിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞത് കൈതല്ല, അത് വലിയിൽ നിന്ന് തന്നെ ആകണം എന്നില്ല. വലിയോ അല്ലെങ്കിൽ വലിയിൻ്റെ നായിബോ, വലിയിൻ്റെ പകരക്കാരനോ, അല്ലെങ്കിൽ സൗജായാലും കുഴപ്പമില്ല. ഈജാബിന് മുമ്പേ സൗജിൻ്റെ ഭാഗത്ത് നിന്നാകാം, അല്ലെങ്കിൽ സൗജിൻ്റെ നായിബാകാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്തൊരു വേറെ ഒരു അന്യൊരാളാകാം. ഇന്നിപ്പോൾ സാധാരണയൊക്കെ ചെയ്യുന്ന പോലെ പള്ളിയിലെ ഇമാമാണ് ഇപ്പോൾ സാധാരണ അങ്ങനെ ഓതൽ. അതുപോലെ വലിയ ഈജാബ് ഈ ഖുത്ബ പറയാറില്ലല്ലോ. വലിയല്ലാത്തൊരു അജ്നബി പള്ളിയിലെ ഇമാമാണ് ഇപ്പോൾ നമ്മൾ സാധാരണയൊക്കെ ചെയ്യാറുള്ളത്. അതുമാകാം. ഏതായാലും ഈജാബിന് മുമ്പൊരു ഖുത്ബ സുന്നത്താകുന്നു എന്നേ ഉള്ളൂ. കിതാബിൽ മിനൽ വലി എന്ന് പറഞ്ഞതുകൊണ്ട് അത് വലിയിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആകണം എന്ന നിബന്ധനയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വരൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഖത്തീബാണ് സാധാരണയായി നമ്മുടെ നാടുകളിലൊക്കെ ഈ ഖുത്ബ ഓതൽ. അതാകാം. വലിയിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. ലഹു, നിക്കാഹിന് വേണ്ടി, നിക്കാഹിൻ്റെ കാരണത്തിന് വേണ്ടി ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. ഐലിൻ നിക്കാഹി, അവ ഹു എന്ന ലമീർ നിക്കാഹിലേക്കാണ് മടങ്ങുന്നത്. നിക്കാഹിൻ്റെ കാരണത്തിന് വേണ്ടി ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഒരു മുഷ്തറക്കായ ലഫ്ളാണ്. ഇടപാട് എന്ന അർത്ഥത്തിന് നിക്കാഹ് എന്ന ലഫ്ദിനെ ഉപയോഗിക്കും. അതുപോലെ വത്ത് എന്ന അർത്ഥത്തിനും ആ ലഫ്ദിനെ ഉപയോഗിക്കും. ഒരു മുഷ്തറക്കായ ലഫ്ദ് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമല്ലോ. അതിനാണ് ശാരിഹ് പറഞ്ഞത് അല്ലദീ ഹുവൽ അഖ്ദു, അഖ്ദ് എന്ന മാനയ്ക്കുള്ള നിക്കാഹ്. ഇവിടെ ആ മാനയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അഖ്ദ് ആകുന്ന നിക്കാഹിന് വേണ്ടി, നിക്കാഹ് എന്ന ആ ഇടപാടിന് വേണ്ടി സുന്നത്താക്കപ്പെടും, ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും എന്ന്. അത് സുന്നത്താണെന്നതിന് തെളിവ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിഹംദില്ലാഹി ഫഹുവ അഖ്തഉ എന്ന് ഒരു ഹദീസുണ്ട്. നല്ല മഹത്തായ അവസ്ഥയുള്ള ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ ഹംദ് കൊണ്ട് തുടങ്ങപ്പെടുന്നതില്ലെങ്കിൽ അത് ബറക്കത്ത് മുറിഞ്ഞതാണ്. അല്ലെങ്കിൽ കുല്ലു കലാമിൻ ലാ യുബ്ദഉ ഫീഹി ബിഹംദില്ലാഹി ഫഹുവ അഖ്തഉ എന്ന് ഒരു റിവായത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിവിടെ നടക്കാൻ പോകുന്ന ആ നിക്കാഹ് എന്ന് പറയുന്നത് ഒരു ദീബാലായ ഒരു കാര്യമാണ്, ഒരു മഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് മുമ്പ് ഹംദ് കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അത് ബറക്കത്തില്ലാത്തതാകും. ഖുത്ബ എന്ന് പറയുന്നത് കലാമുൻ മുഫ്തത്തഹും ബി ഹംദിൻ മുഖ്തത്തമും ബി ദുആഇൻ വ വഅലിൻ, ഹംദ് കൊണ്ട് തുടങ്ങി ദുആയും വഅലും കൊണ്ട് അവസാനിക്കുന്ന ഒരു കലാമിനാണ് ഖുത്ബ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഖുത്ബ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഈ ഹംദ് കൊണ്ട് തുടങ്ങുക എന്ന കാര്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അത് ബറക്കത്തുള്ളതായിത്തീരും. അതുകൊണ്ടാണ് ഇത് ഖുത്ബ സുന്നത്താകുന്നു എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമുകൾ പറഞ്ഞത്. അപ്പോൾ നിക്കാഹിന് വേണ്ടി ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. അതെങ്ങനെയാണ് നിക്കാഹിന് ഖുത്ബ ഉണ്ടാകൽ? എപ്പോഴാണ് വേണ്ടത്? ബി അൻ തക്കൂന ഖബില ഈജാബിഹി, ബി അൻ തക്കൂന, ആ ബാ തസ്വീറാണ്. നിക്കാഹിന് വേണ്ടി ഖുത്ബ ഉണ്ടാകൽ, അത് ആ സുന്നത്താകൽ, അതിൻ്റെ തസ്വീർ അതെങ്ങനെ രൂപമാക്കപ്പെടും? ബി അൻ തക്കൂന, ആ ഖുത്ബ ഉണ്ടാകൽ കൊണ്ട് ഖബില ഈജാബിഹി, നിക്കാഹിൻ്റെ ഈജാബിന് മുമ്പ്, നിക്കാഹിൻ്റെ ഈജാബിന് മുമ്പ്
ഖുതുബയുണ്ടാകൽ കൊണ്ട് രൂപമാക്കപ്പെടും. അപ്പോൾ നിക്കാഹ് എന്ന് പറയുന്ന അത് രണ്ട് കാര്യങ്ങളാണ്, ഈജാബും കബൂലും ചേർന്നതാണ് നിക്കാഹ് എന്ന് പറയുന്ന ഇടപാട്. അതിൽ ആ ഈജാബിന് മുമ്പായി ഒരു ഖുതുബ ഉണ്ടാവുക. അത് വലിയൻ്റെ ഭാഗത്തു നിന്നോ വലിയൻ്റെ നായിബിൻ്റെ ഭാഗത്തിൽ നിന്നോ, അല്ലെങ്കിൽ സൗജിൻ്റെ ഭാഗത്തിൽ നിന്നോ സൗജിൻ്റെ നായിബിൻ്റെ ഭാഗത്തിൽ നിന്നോ, അല്ലെങ്കിൽ അന്യ ഒരാളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഒരു ഖുതുബ ഉണ്ടാകൽ കൊണ്ട് ആ സുന്നത്ത് കിട്ടും. അപ്പോൾ എപ്പോഴാണ് വേണ്ടത്? അത് ഈജാബിന് മുമ്പാണ് വേണ്ടത്. ഈജാബിന് മുമ്പായി ഒരു ഖുതുബ ഉണ്ടാകൽ സുന്നത്താണ്. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ഇന്ന് അങ്ങനെ ഒരു ഖുതുബ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തുടർന്ന് മുസന്നിഫ് പറഞ്ഞത് ഫലാ തുൻദബു ഉഖ്റ, ഇനി വേറൊരു ഖുതുബ സുന്നത്താക്കപ്പെടുകയില്ല മിനൽ ഖാത്തിബി, വിവാഹാലോചന നടത്തുന്ന വരൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഖുതുബ സുന്നത്തില്ല ഖബില ഖബൂലിഹി, ആ ഖാത്തിബ് കബൂൽ ചെയ്യുന്നതിന് മുമ്പ്. ഞാൻ നേരത്തെ ഈജാബിന് മുമ്പുള്ള ഖുതുബ അത് വലിയൻ്റെ ഭാഗത്തു നിന്നോ നായിബിൻ്റെ ഭാഗത്തു നിന്നോ സൗജിൻ്റെ ഭാഗത്തു നിന്നോ ആകാം എന്ന് പറഞ്ഞു. അത് സൗജാണ് ആ ഖുതുബ ഓതുന്നതെങ്കിലും അത് നേരത്തെ ആകുമ്പോൾ കുഴപ്പമില്ല, ഈജാബിന് മുമ്പാകുമ്പോൾ സുന്നത്ത് തന്നെയാണ്. ഈ പറയുന്നത് ആ ഈജാബിന് മുമ്പുള്ള ഖുതുബ കഴിഞ്ഞതിന് ശേഷം പിന്നെ സൗജ് കബൂൽ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒരു ഖുതുബ ഓതൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നതാണ്. ഫലാ തുൻദബു ഉഖ്റ, മറ്റൊരു ഖുതുബ സുന്നത്താക്കപ്പെടുകയില്ല മിനൽ ഖാത്തിബി, വരൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഖുതുബ സുന്നത്താക്കപ്പെടുകയില്ല ഖബില ഖബൂലിഹി, വരൻ കബൂൽ ചെയ്യുന്നതിന് മുമ്പ്. കമാ സ്വഹഹു ഫിൽ മിൻഹാജി, മിൻഹാജിൽ അതിനെ സ്വഹീഹാക്കിയത് വലിയ അഭിപ്രായം. ശേഷം സുന്നത്തില്ല, വരൻ്റെ ഭാഗത്ത് നിന്ന് പിന്നൊരു ഖുതുബ സുന്നത്തില്ല എന്ന അഭിപ്രായമാണ് നവവി ഇമാം റളിയല്ലാഹു അൻഹു മിൻഹാജിൽ സ്വഹീഹാക്കി പറഞ്ഞത്. അതായത് മിൻഹാജിൻ്റെ അവസ്ഥ നമുക്കറിയാം. റാഫി ഇമാമിൻ്റെ മുഹററിൻ്റെ ചുരുക്കിയതാണല്ലോ മിൻഹാജ്. അതുകൊണ്ട് തന്നെ റാഫി ഇമാം ആ മുഹററിൽ പറഞ്ഞ ഇബാറത്ത് എടുത്തു പറഞ്ഞിട്ട് നവവി ഇമാം അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഖുൽതു അല്ലാഹു അലം ഇട്ട് പറയലാണല്ലോ പതിവ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മിൻഹാജിൽ പറഞ്ഞപ്പോൾ വലൗ ഖതബൽ വലിയു ഫഖാല സൗജു അൽഹംദുലില്ലാഹി വസ്സലാത്തു അലാ റസൂലില്ലാഹി ഖബിൽതു സ്വഹൻ നിക്കാഹു അല സ്വഹീഹി എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം വലിയ ഇജാബ് പറഞ്ഞതിന് ശേഷം ഖുതുബയും ഇജാബും പറഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നൊരു ഖുതുബ പറഞ്ഞുകൊണ്ട് ഖബിൽതു എന്ന് വലിയ സൗജ് പറഞ്ഞാൽ ശരിയാകും എന്നല്ല, ബൽ യുസ്തഹബ്ബു ദാലിക, അത് സുന്നത്താക്കപ്പെടും എന്ന മുഹററിലുണ്ടായിരുന്ന അഭിപ്രായം ആദ്യമായി ഉദ്ധരിച്ചിട്ട് ഖുൽതു അസ്സഹീഹു ലാ യുസ്തഹബ്ബു അല്ലാഹു അലം. നവവി ഇമാം അതിനെ ഇസ്തിദ്റാക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു അത് സുന്നത്തില്ല എന്നതാണ് സഹിഹായ അഭിപ്രായം എന്ന്. അപ്പോൾ ആ വജിഹാണ് സുന്നത്തുണ്ടെന്നൊരു വജിഹ്, സുന്നത്തില്ല എന്നൊരു വജിഹ്. സുന്നത്തില്ല എന്ന വജിഹാണ് റാജിഹ് എന്നാണ് നവവി ഇമാം മിൻഹാജിൽ പറഞ്ഞത്. അതാണ് ഇവിടെ കമാ സഹഹു ഫിൽ മിൻഹാജി എന്ന് പറഞ്ഞത്. മിൻഹാജിൽ നവവി ഇമാം സഹീഹാക്കിയത് വലിയൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഒരു ഖുതുബ സുന്നത്തില്ല എന്ന വജിഹാണ്. തുടർന്ന് ഫത്ഹുൽ മുഈനിൽ പറയുന്നു ബൽ എന്നു മാത്രമല്ല, സൗജിൻ്റെ ഭാഗത്തു നിന്നൊരു ഖുതുബ സുന്നത്തില്ല എന്നു മാത്രമല്ല, യുസ്തഹബ്ബു തർക്കുഹ, അതിനെ ഒഴിവാക്കൽ സുന്നത്താണ്. ആ ഒരു ഖുതുബയെ ഒഴിവാക്കൽ സുന്നത്താക്കപ്പെടും. കാരണം എന്താ? ഖുറൂജൻ മിൻ ഖിലാഫി മൻ, ചിലരുടെ ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി. എങ്ങനെയുള്ള ചിലർ? അബുത്വല, ആ ചിലർ നിക്കാഹ് ബാത്തിലാണെന്ന് വിധിച്ചു. ബിഹ, ഈ ഖുതുബ കാരണമായി. കബൂലിന് മുമ്പ് ഒരു ഖുതുബ ഉണ്ടായാൽ അത് കാരണമായി നിക്കാഹ് ബാത്തിലാകും എന്ന അഭിപ്രായം പറഞ്ഞ ചില ഇമാമുകളുടെ ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ ആ ഒരു ഖുതുബയെ ഒഴിവാക്കലാണ് സുന്നത്ത് എന്ന് തുഹഫയിൽ പറഞ്ഞു. ഫത്ഹുൽ മുഈനിൽ പറയുന്നു കമാ സ്വറഹ ബിഹി, അങ്ങനെ സുന്നത്തില്ല എന്ന് ഖുതുബ സുന്നത്തില്ല എന്നല്ല, ഖുതുബയെ ഒഴിവാക്കലാണ് സുന്നത്ത്. ഒഴിവാക്കൽ സുന്നത്താണെന്ന് വ്യക്തമായി പറഞ്ഞതുപോലെ ഷെയ്ഖുന ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ജവാദിൽ വ്യക്തമായി പറഞ്ഞതുപോലെ വ ഷെയ്ഖുഹു സക്കരിയ, ഷെയ്ഖുനായുടെ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ശറഹുൽ മൻഹജിൽ സ്വരീഹായി പറഞ്ഞതുപോലെ റഹിമഹുമല്ലാഹു തആല. അപ്പോൾ ഷെയ്ഖുനായുടെ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവും ആ ഒരു ഖുതുബയെ ഒഴിവാക്കൽ സുന്നത്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് സുന്നത്ത് എന്ന് ഇവിടെ പറഞ്ഞു. എന്നാൽ ഇസ്തിദ്റാക്കായി പറയുകയാണ്, ലാക്കിനെങ്കിലും അല്ലദീഫി റൗലത്തി, റൗലയിലുള്ള അഭിപ്രായം, വ അസ്ലിഹ, അസ്ലു റൗലയിലുമുള്ള അഭിപ്രായം, നദ്ബുഹ, ആ ഖുതുബ സുന്നത്താകുന്നു എന്നാണ്. വലിയൻ്റെ ഭാഗത്തു നിന്നുള്ള ഈജാബ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൗജിൻ്റെ ഭാഗത്ത് നിന്ന്
ഒരു ഖുത്ബ സുന്നത്താണ്, ഖബൂലിന് മുമ്പ് ഒരു ഖുത്ബ സുന്നത്താകുന്നു എന്നാണ് റൗള ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ കിതാബാണ്. അസ്ലു റൗള ഇമാം റാഫിഈ റളിയല്ലാഹുവിൻ്റെ കിതാബാണ്. അപ്പം നവവി ഇമാമിൻ്റെ റൗളയിലും റാഫിഈ ഇമാമിൻ്റെ അസ്ലു റൗളയിലും പറഞ്ഞ അഭിപ്രായം അത് സുന്നത്താകുന്നു എന്നാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതിനെതിരാണ്. അസ്ലു റൗള എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ കലാമിനെ അവിടുത്തെ ശിഷ്യൻ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ജമ്മ് ചെയ്തതാണ് മുഖ്തസറുൽ മുസിനി എന്ന് പറയുന്ന കിതാബ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഷാഫി ഇമാമിൻ്റെ കലാമുകളെ ശിഷ്യൻ ഇമാം മുസിനി റളിയല്ലാഹു അൻഹു ജമ്മ് ചെയ്ത കിതാബാണ് മുഖ്തസറുൽ മുസിനി. ആ മുഖ്തസറുൽ മുസിനിക്ക് ഇമാമുൽ ഹറമൈൻ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അൻ-നിഹായ. ആ നിഹായ എന്ന കിതാബിനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഖ്തിസാർ ചെയ്തുകൊണ്ട് അൽ ബസീത്ത് എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ബസീത്ത് മിൻഹാജിനെ നിഹായയെ മുഖ്തസറാക്കിയതാണ്, പക്ഷേ അത് ബസീത്താണ്, വിശാലമായതാണ്. ഗസാലി ഇമാം തന്നെ രണ്ടാമത് ആ ബസീത്തിനെ വീണ്ടും ചുരുക്കിയിട്ട് വസീത്ത് എന്ന പേരിലൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഗസാലി ഇമാം തന്നെ വീണ്ടും ആ വസീത്തിനെ ചുരുക്കിക്കൊണ്ട് വജീസ്, ആ 3 പേര് തന്നെ അങ്ങനെ തന്നെ അറിയിക്കുന്നു. ആദ്യത്തെ ബസീത്ത്, പിന്നെ വസീത്ത്, പിന്നെ വജീസ്. ഗസാലി ഇമാം തന്നെ അങ്ങനെ ചുരുക്കിയിട്ടുണ്ട്. ഗസാലി ഇമാമിൻ്റെ വജീസ് എന്ന കിതാബിന് ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്, അൽ അസീസു ഷറഹുൽ വജീസ്. അതാണ് ഷറഹുൽ കബീർ എന്നറിയപ്പെടുന്നത്. ഷറഹുൽ കബീർ എന്ന് നിരുപാധികം പറഞ്ഞാൽ അത് ഷറഹുൽ വജീസ്. റാഫി ഇമാമിൻ്റെ ഷറഹുൽ വജീസാണ്, അതിൻ്റെ പേര് അൽ അസീസ് എന്നാണ്. ഇതാണ് അസ്ലു റൗള. കാരണം ആ ഷറഹുൽ കബീറിനെ അഥവാ അൽ അസീസു ഷറഹുൽ വജീസ് എന്ന ആ കിതാബിനെ നവവി ഇമാം ഇഖ്തിസാർ ചെയ്തിട്ടാണ് റൗള ക്രോഡീകരിച്ചത്. അപ്പോൾ റൗളയുടെ അസ്ൽ ഏതാണ്? ഷറഹുൽ കബീറാണ്. അപ്പോൾ അതാണ് അസ്ലു റൗള എന്ന് പറയുന്നത്. അപ്പോൾ അസ്ലു റൗളയുടെ മുസന്നിഫ് ആരാണ്? റാഫി ഇമാമാണ്. അപ്പോൾ റാഫി ഇമാം അസ്ലു റൗളയിലും പിന്നെ റൗള നവവി ഇമാമിൻ്റെ കിതാബാണ്. നവവി ഇമാം റൗളയിലും പറഞ്ഞ അഭിപ്രായം നദ്ബുഹ, ഇത് സുന്നത്താകുന്നു എന്നാണ്. വലിയൻ്റെ ഭാഗത്തു നിന്നുള്ള ഖുത്ബ സുന്നത്താകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ടഭിപ്രായം വന്നു. നവവി ഇമാം മിൻഹാജിൽ സ്വഹീഹായി പറഞ്ഞത് വലിയൻ്റെ ഭാഗത്തുള്ള ഖുത്ബ കഴിഞ്ഞതിന് ശേഷം സൗജിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നൊരു ഖുത്ബ സുന്നത്തില്ല എന്നാണ്. അത് നമ്മുടെ ഷെയ്ഖുന ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവും ഷെയ്ഖ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവും അവിടെ സുന്നത്തില്ല എന്ന് മാത്രമല്ല ആ ഖുത്ബയെ ഒഴിവാക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഫത്ഹുൽ മുഈനിൽ നമ്മുടെ മുസന്നിഫ് പറഞ്ഞു അത് ഒഴിവാക്കലാണ് സുന്നത്ത്. എന്നാൽ നവവി ഇമാമിൻ്റെ റൗളയിലും റാഫി ഇമാമിൻ്റെ ഷറഹുർ റൗളയിലും അത് സുന്നത്താണെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പ്രബലമായത് മിൻഹാജിൽ സ്വരീഹാക്കിയത് സുന്നത്തില്ല എന്നാണല്ലോ. അപ്പോൾ അതും ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവും ഷെയ്ഖ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് സുന്നത്ത് ഒഴിവാക്കൽ സുന്നത്താകുന്നു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ 2 അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ മൊത്തത്തിൽ മുഴുത്തമായ അഭിപ്രായം നമുക്ക് മനസ്സിലാക്കാം. സൗജിൻ്റെ ഭാഗത്തു നിന്നൊരു ഖുത്ബ സുന്നത്തില്ല എന്ന് മാത്രമല്ല അത് ഉണ്ടാകാതിരിക്കലാണ് സുന്നത്ത്. അങ്ങനെ ഖുത്ബ ഉണ്ടാകാതിരിക്കലാണ് സുന്നത്ത് എന്ന് തൽക്കാലം മനസ്സിലാക്കാം. അപ്പോൾ ഇത് നിക്കാഹ് എന്ന് പറയുന്ന ആ ഇടപാട് ഈജാബും കബൂലും പറയുന്നതിന് മുമ്പുള്ള ഖുത്ബയെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. ഇനി തുസന്നു ഖുത്ബത്തുൻ, ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. ഐലൻ വീണ്ടും ഈ ഈജാബിന് മുമ്പൊരു ഖുത്ബ സുന്നത്തായതുപോലെ വീണ്ടും ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. ഖബിലൽ ഖിത്ബത്തി, ഖിത്ബത്തിന് മുമ്പ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഖിത്ബത്ത് എന്ന് പറഞ്ഞാൽ വിവാഹ ആലോചന നടത്തുക എന്നാണ്. ഇൽത്തിമാസു നിക്കാഹി മിൻ ജിഹത്തിൽ മഖ്തൂബത്തി, മഖ്തൂബത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിക്കാഹിനെ ആവശ്യപ്പെടുക, മഖ്തൂബത്തിനോട് നിക്കാഹ് ചെയ്യാൻ ആവശ്യപ്പെടുക. ഖാത്തിബിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഖിത്ബത്ത് ഉണ്ടാകുന്നത് വരൻ അങ്ങോട്ട് വധുവിൻ്റെ ഭാഗത്തേക്ക് ആവശ്യപ്പെടലാണ്. ഇവിടെ നമ്മളിന്നിപ്പോൾ നമ്മുടെ നാട്ടു നടപ്പിന് വിരുദ്ധമാണ്. നമ്മുടെ നാട്ടു നടപ്പ് എന്ന് പറയുന്നത് പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് മഖ്തൂബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരൻ്റെ ഭാഗത്തേക്ക് ഒരു ആലോചന വരണമെന്നാണ്. പക്ഷേ അല്ല, നേരത്തെ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പോലും നാട്ടു നടപ്പനുസരിച്ച് പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോയി ആവശ്യപ്പെടുക എന്നത് അങ്ങനെയാണ് നടക്കൽ. പക്ഷേ നമ്മളെ കിതാബുകളിലൊക്കെ പറഞ്ഞതും സറായിലുള്ളതും തിരിച്ചാണ്. വധുവിനാണ് സ്ഥാനം, അങ്ങോട്ട് പോയി ആവശ്യപ്പെടലാണ്. വരൻ്റെ ഭാഗത്ത് നിന്ന് വധുവിനോട് ആവശ്യപ്പെടലാണ് ഖിത്ബത്ത്.
ഇൽത്തിമാസു നിക്കാഹി മിൻ ജിഹത്തിൽ മഖ്തൂബത്തി, ഖാത്തിബ് ആവശ്യപ്പെടുക, മഖ്തൂബത്തിൻ്റെ ഭാഗത്തുനിന്ന് നിക്കാഹ് സ്വീകരിക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടുക, നിക്കാഹ് ചെയ്ത് തരാൻ വേണ്ടി ആവശ്യപ്പെടുക. അതാണ് ഈ ഖിത്ബത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഖിത്ബത്തിനു മുമ്പും ഒരു ഖുത്ബ സുന്നത്താണ്. വ കദാ ഖബലൽ ഇജാബത്തി, അപ്രകാരം ഇജാബത്തിനു മുമ്പും ആ ഖിത്ബത്തിനെ ഇജാബത്ത് ചെയ്യുന്നതിന് മുമ്പും ഒരു ഖുത്ബ സുന്നത്താകും. അപ്പോൾ പറഞ്ഞ അതാണ് ഖിത്ബത്തിന് മുമ്പ് ഖാത്തിബിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ടൊരു ഖുത്ബ, അത് മഖ്തൂബത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഖിത്ബത്തിനെ ഇജാബത്ത് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു ഖുത്ബ. അപ്പോൾ 2 ഖുത്ബയായി. നേരത്തെ പറഞ്ഞ അഖദിൻ്റെ നിക്കാഹിന് അവിടെ 2 ഖുത്ബയായി. പ്രബലമായ അഭിപ്രായം അനുസരിച്ചല്ല, പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവിടെ ഒരു ഖുത്ബയുള്ളൂ ഈജാബിന് മുമ്പ്. മറ്റേ അഭിപ്രായം അനുസരിച്ച് ഖബൂലിന് മുമ്പും ഒരു ഖുത്ബയുണ്ട്. അപ്പോൾ ഈജാബിന് മുമ്പും ഖബൂലിന് മുമ്പും അവിടെ 2 ഖുത്ബ. അതുപോലെ ഖിത്ബത്തിന് മുമ്പ് ഖാത്തിബിൻ്റെ ഭാഗത്തു നിന്നൊരു ഖുത്ബ, മഖ്തൂബത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഖുത്ബ. മഖ്തൂബത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷകർത്താവളോ അവിടെ പകരം നിൽക്കുന്ന ആളോ ആയിരിക്കും ആ ഖുത്ബ പറയുക. അങ്ങനെ അവിടെ 2 ഖുത്ബ, 4 ഖുത്ബയായി. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഖിത്ബത്തിനു മുമ്പ് ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. വ കദാ ഖബലൽ ഇജാബത്തി, ഇപ്രകാരം ഇജാബത്തിനു മുമ്പും ഒരു ഖുത്ബ സുന്നത്താക്കപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ആ ഖുത്ബ ചെയ്യേണ്ടത്, ഖുത്ബ നടത്തേണ്ടത് എങ്ങനെ എന്നാണ് ഇനി വിശദീകരിക്കുന്നത്. ഫയബ്ദഉ കുല്ലുൻ, ഓരോരുത്തരും തുടങ്ങണം. ഫയബ്ദഉ കുല്ലുൻ എന്ന് പറയുമ്പോൾ കുല്ലുൻ തൻവീൻ എവദിൻ്റെ തൻവീനാണ്. കുല്ലു വാഹിദിൻ മിനൽ വലി ഔ നായിബിഹി അവിൽ ഖാത്തിബി ഔ നായിബിഹി. ഈജാബിന് മുമ്പുള്ള ഖുത്ബയാവുമ്പോൾ വലിയിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വലിയിൻ്റെ നായിബിൻ്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ ആകുമ്പോൾ ഖിത്ബത്തിന് മുമ്പാകുമ്പോൾ ഖിത്ബത്ത് അങ്ങോട്ട് ഖാത്തിബാണ് അല്ലെങ്കിൽ ഖാത്തിബിൻ്റെ നായിബ് ആ ഭാഗത്ത് നിന്ന്. ഇനിയിപ്പം മഖ്തൂബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇജാബത്ത് ചെയ്യുന്നതിന് മുമ്പ് അപ്പോഴും അപ്പോൾ അവർ പറയണം ആ വലിയിൻ്റെ നായിബ് അല്ലെങ്കിൽ ഖാത്തിബിൻ്റെ നായിബ് അല്ലെങ്കിൽ മഖ്തൂബത്തിൻ്റെ നായിബ്, ഇവരിൽ നിന്നുള്ള ഓരോരുത്തരും തുടങ്ങണം ബിൽ ഹംദി വ സനാഇ അലല്ലാഹി തആല, അള്ളാഹുവിനെ പുകഴ്ത്തൽ കൊണ്ട് ഹംദ് ചെയ്യൽ കൊണ്ട് തുടങ്ങണം. ആദ്യം അള്ളാഹുവിൻ്റെ മേൽ ഹംദും സനാവും ചെയ്തുകൊണ്ട് തുടങ്ങണം. സുമ്മ ബിസ്വലാത്തി വസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെയും സലാമിനെയും കൊണ്ടുവരണം. അതിവിടെ യബ്ദഉ തുടങ്ങണം ബിൽ ഹംദി, ഹംദ് കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. പിന്നെ സുമ്മ ബിസ്വലാത്തി, പിന്നെ സ്വലാത്ത് കൊണ്ട് തുടങ്ങണം എന്നല്ല, സുമ്മ യഅതി ബിസ്വലാത്തി എന്നുള്ള മുത്തലക്ക് സങ്കല്പിച്ചു കൊടുക്കുക. പിന്നെ സ്വലാത്തിനെ, റസൂലുള്ളാഹിയുടെ മേലുള്ള സ്വലാത്തിനെയും സലാമിനെയും കൊണ്ടുവരണം. സുമ്മ യൂസി ബി തഖ്വ, പിന്നെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം. അപ്പോൾ ആദ്യ ഹംദ്, പിന്നെ സ്വലാത്ത്, സലാം, പിന്നെ തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അപ്പോൾ ആ ഫർളുകൾ അങ്ങനെ ചെയ്യുക. സുമ്മ യഖൂലു, പിന്നെ പറയണം ഫി ഖുത്ബത്തിൽ ഖിത്ബത്തിന് മുമ്പുള്ള ഖുത്ബയിൽ, വിവാഹാലോചനയ്ക്ക് മുമ്പുള്ള ഖുത്ബയിൽ ഖാത്തിബിൻ്റെ ഭാഗത്ത് നിന്ന് പറയണം. ഖാത്തിബ് അല്ലെങ്കിൽ ഖാത്തിബിൻ്റെ പകരക്കാരൻ പറയണം ജിഅ്തുക്കും റാഗിബൻ ഫി കരീമത്തിക്കും അല്ലെങ്കിൽ ജിഅ്തുക്കും റാഗിബൻ ഫി ഫതാത്തിക്കും എന്ന് പറയണം. ജിഅ്തുക്കും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു, റാഗിബൻ ഫി കരീമത്തിക്കും, നിങ്ങളുടെ കരീമത്തിൽ ആഗ്രഹിക്കുന്നവനായ നിലയിൽ, നിങ്ങളുടെ ഇന്ന മഹതിയായ പെണ്ണിനെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവനായ നിലയിൽ ഞാൻ വന്നിരിക്കുന്നു. അവിടെ ഈ കരീമത്തിക്കും എന്ന് പറയാം, അല്ലെങ്കിൽ ഫതാത്തിക്കും എന്ന് പറയാം. ഇതിൻ്റെ പേരുകൊണ്ടൊക്കെ വ്യക്തമാക്കാം. നിങ്ങളുടെ ഇന്ന ഫതാത്തിനെ അല്ലെങ്കിൽ ഇന്ന കരീമത്തിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് ഖാത്തിബാണ് ഖുത്ബ ഓതുന്നതെങ്കിൽ ആദ്യം അങ്ങനെ പറയാം. അപ്പം ഹംദും സ്വലാത്ത് സലാമും പറഞ്ഞതിന് ശേഷം തഖ്വ കൊണ്ടുള്ള വസിയത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാം ജിഅ്തുക്കും റാഗിബൻ ഫീ കരീമത്തിക്കും എന്ന് പറയാം. വൈൻകാന വക്കീലൻ, ഇനി ഖുത്ബ ചെയ്യുന്നത് വക്കീലാണെങ്കിൽ, ഖാത്തിബിൻ്റെ ഭാഗത്തു നിന്ന് വക്കീലാണ് അങ്ങോട്ട് പറയുന്നതെങ്കിൽ ഖാല, അവൻ പറയണം ജാഅക്കും മുവക്കിലി, എൻ്റെ വക്കീൽ, എൻ്റെ മുവക്കിൽ, എന്നെ വക്കാലത്താക്കിയ ആൾ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവിടെ ഖാത്തിബാണ് ഈ വക്കീലിനെ വക്കാലത്താക്കിയത്. അപ്പം എൻ്റെ മുവക്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഖാത്തിബ്, എൻ്റെ മുവക്കിൽ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു റാഗിബൻ ഫീ കരീമത്തിക്കും എന്ന്. അല്ലെങ്കിൽ പറയാം ജിഅ്തുക്കും അൻഹു ഖാത്തിബൻ കരീമത്തക്കും, ആ മുവക്കിലിനെ തൊട്ട് പകരമായി ഞാൻ വന്നിരിക്കുന്നു, ഞാൻ തന്നെ ഖാത്തിബൻ കരീമത്തക്കും, നിങ്ങളുടെ കരീമത്തിനെ ആലോചിക്കുന്നവനായ നിലയിൽ. അപ്പോൾ ജാഅക്കും മുവക്കിലി ഖാത്തിബൻ കരീമത്തക്കും എന്ന് പറയാം. അല്ലെങ്കിൽ ജിഅ്തുക്കും അൻ മുവക്കിലി ഖാത്തിബൻ കരീമത്തക്കും എന്നും പറയാം. ആ ഇബാറത്ത് പറഞ്ഞതാണ്. ഇതാണ് ഖിത്ബത്തിനു മുമ്പുള്ള ഖാത്തിബിൻ്റെ ഭാഗത്തിൽ നിന്നുമുണ്ടാകുന്ന ഖുത്ബ. ഫയഖ്തുബുൽ വലിയു,
അപ്പോൾ വലിയ ഒരു ഖുത്ബ ഓതണം. ഔ നായിബുഹു, അല്ലെങ്കിൽ ആ വലിയൻ്റെ നായിബ്. കദാലിക്ക, ഇപ്രകാരം ആദ്യമായി ഹംദും സനാവും കൊണ്ട് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് സലാം ചൊല്ലി തഖ്വ കൊണ്ടുള്ള വസിയത്ത് ചെയ്ത് ഇങ്ങനൊരു ഖുത്ബ ഓതണം. സുമ്മ യഖൂലു, പിന്നെ പറയണം ലസ്ത ബി മർഗൂബിൻ അങ്ക, ലസ്ത ബി മർഗൂബിൻ അങ്ക എന്ന് പറയണം. താല്പര്യമുണ്ടെങ്കിൽ നീ വെറുക്കപ്പെടുന്നവനല്ല. റഗിബ, റഗിബ എന്ന ഫീലിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. റഗിബ ഫീ കൊണ്ട് മുത്താദിയായ റഗിബ ഫീഹി എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്നാണ്. റഗിബ അൻ കൊണ്ട് മുത്താദിയായാൽ വെറുത്തു, താല്പര്യമില്ല എന്നാണ്. അപ്പോൾ ലസ്ത ബി മർഗൂബിൻ അൻക, നീ മർഗൂബുൻ അൻക അല്ല, നീ വെറുക്കപ്പെടുന്ന ആളല്ല, താല്പര്യം ഇല്ലാത്ത ആളല്ല, നിന്നെ നമുക്ക് താല്പര്യമുണ്ട് എന്ന അർത്ഥത്തിന് ലസ്ത ബി മർഗൂബിൻ അൻക എന്ന് പറയണം. ഇതാണ് ഖിത്ബത്തിന് മുമ്പുള്ള ഖുത്ബ. ആദ്യമായി എങ്ങനെ തുടങ്ങണം, പിന്നെ എങ്ങനെയാണ് ഈജാബ്, ഖിത്ബത്തിൻ്റെ ഈജാബ് പറയേണ്ടത്, അതിൻ്റെ കബൂൽ എങ്ങനെ പറയണം എന്നാണ് ഈ പറഞ്ഞത്. വൈസ്തഹബ്ബുൻ യഖൂല, പറയൽ സുന്നത്താക്കപ്പെടും. അപ്പോൾ ഇത് ഖിത്ബത്തിന് മുമ്പുള്ള ഖുത്ബയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈജാബിന് മുമ്പുള്ള നിക്കാഹിന് മുമ്പുള്ള ഖുത്ബയിലും ഇതുപോലെ തന്നെ ഹംദും സലാത്തും കൊണ്ട് തുടങ്ങി തഖ്വയുള്ള വസിയത്തും പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഖുത്ബ ചെയ്യലാണ്, അവിടെ ഖുത്ബ ഓതലാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വലിയൻ്റെ ഭാഗത്തു നിന്നും വലിയൻ്റെ ഭാഗത്തുള്ള ഖുത്ബയ്ക്ക് ശേഷം സൗജിൻ്റെ ഭാഗത്തു നിന്ന് സുന്നത്തുണ്ടെന്ന അഭിപ്രായം അനുസരിച്ച് അവിടെയും ഒരു ഖുത്ബ ഉണ്ടാകും. ഇനി ഖുത്ബ കഴിഞ്ഞതിന് ശേഷം നിക്കാഹ് നടത്തുമ്പോൾ അവിടെ സുന്നത്തായിരിക്കും ഇസ്തഹബ്ബുൻ യഖൂല ഖബിലൽ അഖ്ദി, അഖ്ദിന് മുമ്പ് വലിയ പറയൽ സുന്നത്താക്കപ്പെടും. ഉസവ്വിജുക അലാമാ അമറല്ലാഹു ബിഹി അസ്സ വജല്ല മിൻ ഇംസാക്കിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ എന്ന് പറയൽ സുന്നത്താക്കപ്പെടുമെന്ന്. അപ്പം നിക്കാഹിൻ്റെ ഖുത്ബ, ആ ഖുത്ബ കഴിഞ്ഞതിന് ശേഷം ഈജാബ് നടത്തുന്നതിന് മുമ്പായി സൗജിൻ്റെ ഭാഗത്തുനിന്നൊരു നിബന്ധന അങ്ങോട്ട് വയ്ക്കുകയാണ്. പല പുതിയാപ്പിള്ളവരും അറിയുന്നില്ല എന്താണ് ഈ പറയണത്, അറിയാത്തതുകൊണ്ടാണ് കെട്ടിക്കൊണ്ട് പോണത്. അറിഞ്ഞെങ്കിൽ എപ്പോഴും എണീച്ച് പോയേനെ. എന്താ പറയണം മുസവ്വിജുക, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു. അലാമാ അമറല്ലാഹു ബിഹി, അള്ളാഹു തആല കൽപ്പിച്ച ഒരു നിബന്ധന അനുസരിച്ച്. അമറല്ലാഹു ബിഹി അസ്സ വജല്ല, എന്താണ് ആ കൽപ്പന? മിൻ ഇംസാക്കിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ. വിവാഹം ചെയ്താൽ നീ ചെയ്യേണ്ടത് ഒന്നുകിൽ ദീനിൽ ഹുസ്ന് അറിയപ്പെട്ട മാർഗത്തിൽ അവളെ നീ ഇംസാക്ക് ചെയ്യുക. ഇംസാക്കിൻ ബി മഅറൂഫ്, ദീനിൽ നല്ലതാണെന്നറിയപ്പെട്ട മാർഗത്തിൽ അവളെ നീ സംരക്ഷിച്ച് അവളുമായി ഒത്ത് ജീവിക്കുക. ഇംസാക്കിൻ ബി മഅറൂഫ് ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ. അതല്ല, അങ്ങനെ മുമ്പോട്ട് നിങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റൂല എന്ന് കണ്ടാൽ ഇഹ്സാനിനോട് ബന്ധിച്ച നിലയിൽ നല്ല നന്മയോടുകൂടി നിങ്ങൾ വേർപിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞയക്കുക. എന്നല്ലാതെ നിനക്കിഷ്ടപ്പെടാതെ വരുമ്പോൾ ഇടിക്കുകയോ മർദ്ദിക്കുകയോ അടിച്ചവശയാക്കുകയോ അല്ലെങ്കിൽ ആഹാരം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ദീനിൽ അറിയപ്പെട്ട മാർഗത്തിൽ പരസ്പരം കടമകൾ പാലിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുക. നിങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ആ ദീൻ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട്, പെട്ടെന്ന് ഒറ്റയടിക്കുന്നുണ്ടാക്കലല്ല, അതിനൊക്കെ മാർഗ്ഗങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ മാർഗ്ഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് മാന്യമായ നിലയിൽ തിരിച്ചയക്കുകയും ചെയ്യണം എന്നാണ് ആ നിബന്ധന. അള്ളാഹു കൽപ്പിച്ച കാര്യം ഇംസാക്കിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ എന്ന ആ നിബന്ധന അനുസരിച്ച് ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു എന്ന് പറയൽ സുന്നത്താണ്. ഇതാരാ പറയേണ്ടത്? വലിയാണിത് പറയേണ്ടത്. വലിയല്ലാതെ മറ്റാരും അല്ല ഇത് പറയേണ്ടത് എന്നാണ്. അപ്പോൾ വലിയല്ലാത്തൊരു അജ്നബി പറഞ്ഞാൽ അതിന് സുന്നത്ത് കിട്ടുമോ? ഇല്ല എന്നാണ്. വലിയൻ്റെ നായിബ്, വലിയൻ്റെ സ്ഥാനത്ത് പകരക്കാരൻ വക്കീലോ അല്ലെങ്കിൽ പകരക്കാരനാണെങ്കിൽ അത് വക്കീലിൻ്റെ സ്ഥാനത്താണ്, വലിയൻ്റെ സ്ഥാനത്താണല്ലോ, അതാകാൻ കുഴപ്പമില്ല. അല്ലാത്തൊരു അജ്നബി പറഞ്ഞാൽ പോരാ. ഇപ്പോൾ നമ്മൾ നിക്കാഹ് നടത്തി കൊടുക്കുമ്പോൾ നമ്മുടെ സദസ്സുകളിൽ ഇപ്പോൾ ഇമാമ് ആ സീഗ പറയുന്നതിന് മുമ്പ്, ഈജാബിൻ്റെ സീഗ പറയുന്നതിന് മുമ്പ് ഇമാമ് മാത്രം ഉസവ്വിജുക അലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാക്കിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് സവ്വജ്തുക ബിന്തി എന്ന ഈജാബ് ഈ വലിയനെ കൊണ്ട് പറയിപ്പിച്ചാൽ ഈ ഒരു സുന്നത്ത് കിട്ടൂല. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പം അങ്ങനെയല്ല, ഇതും കൂടി വലിയനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഉസവ്വിജുക അലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാക്കിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ സവ്വജ്തുക ബിന്തി എന്ന് പറഞ്ഞ് ഈ നിബന്ധനയും ശേഷം ഈജാബും കൂടി വലിയനെ കൊണ്ട് പറയിപ്പിക്കലാണ് സാധാരണ നടക്കൽ. അതാണ് സുന്നത്ത്.
ആ വലിയാണ് ഇത് പറയൽ സുന്നത്തായത്, മറ്റൊരാൾ പറഞ്ഞാൽ ആ സുന്നത്ത് കിട്ടുകയില്ല എന്നാണ് തുഹഫയിൽ നിന്നും പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈജാബിനും നിക്കാഹ് എന്ന് പറയുന്ന ഇടപാട്, ആ ഇടപാടിന് മുമ്പും ഉള്ള ഖുതുബയും അതുപോലെ ഖിത്ബത്തിന് മുമ്പുള്ള ഖുതുബയും, ആ ഖുതുബയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നിക്കാഹിന് മുമ്പുള്ള ഖുതുബ എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത്, ഇതുവരെ പറഞ്ഞത്. അവിടെ ഖുതുബ ഒരു സുന്നത്തായ കാര്യമാണ്. നിക്കാഹ് എന്ന് പറയുന്ന ആ ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഒരു ഖുതുബ സുന്നത്താണ്. ഈജാബിന് മുമ്പായി ഒരു ഖുതുബ സുന്നത്താണ്. ഈജാബിന് മുമ്പാണ് അതിൻ്റെ സ്ഥാനം. ഇനി അതിനോടൊപ്പം ശേഷം കബൂലിന് മുമ്പും കൂടി ഒരു ഖുതുബ സുന്നത്തുണ്ടോ ഇല്ലേ എന്ന ചർച്ചയാണ് നമ്മളാദ്യം പറഞ്ഞത്. മിൻഹാജിലും മറ്റുമൊക്കെ സ്വരീഹായി പറഞ്ഞത് അങ്ങനെ ഒരു സുന്നത്തില്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു അല്ല പിന്നെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും ഷെയ്ഖ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവും ഒക്കെ അങ്ങനെ ഒന്ന് ഒഴിവാക്കലാണ് സുന്നത്ത്. നമ്മുടെ ഫത്ഹുൽ മുഈൻ്റെ മുസന്നിഫും മഖ്ദൂം റളിയല്ലാഹു അൻഹുവും അങ്ങനെ തന്നെ പറഞ്ഞു. ആ ഒരു ഖുതുബ വലിയൻ്റെ സൗജിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഖുതുബ ഒഴിവാക്കലാണ് സുന്നത്ത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈജാബിൻ്റെയും കബൂലിൻ്റെ ഇടയിൽ അധികമായൊരു ഫസ്ലു വന്നാൽ നിക്കാഹ് ബാത്തിലായി പോകുമെന്ന് ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കലാണ് സുന്നത്ത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഈജാബിന് മുമ്പാണ് ആ ഖുതുബ സുന്നത്താണെന്ന് പറഞ്ഞത്. മറ്റൊരു അഭിപ്രായം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും പ്രബലം ഇതാണ്. ഇനി ഖിത്ബത്ത് വിവാഹ ആലോചന, അതിന് മുമ്പും ഒരു ഒരു ഖുതുബ സുന്നത്താണ്. അവിടെയും ഈജാബിന് മുമ്പും കബൂലിന് മുമ്പും രണ്ട് ഖുതുബ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈജാബ് ഖാത്തിബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈജാബിന് മുമ്പും മഖ്തൂബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കബൂലിന് മുമ്പും ആ ഖുതുബ സുന്നത്താണ് എന്നുമാണ് ചുരുക്കത്തിൽ പറഞ്ഞ ഖിത്ബത്തിനും ഈ നിക്കാഹിന് മുമ്പുള്ള ഖുതുബയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇതുവരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.